പല ആളുകൾക്കും വായനയോട് വല്ലാത്ത പ്രണയമാണ്. പുസ്തകങ്ങളുടെ കൂടെ ഇരിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും വായിക്കുന്ന ഓരോ വരികളിലൂടെയും പുതിയ ലോകത്തേക്ക് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. പിന്നെ നമ്മൾ വല്ലാത്ത മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ വായനയേക്കാൾ മികച്ച മരുന്നില്ല, പുസ്തകങ്ങളെക്കാൾ മികച്ച ഒരു ചികിത്സയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വായന എന്നത് അത്രമാത്രം പവർഫുൾ ആണ്. ഒരു പുസ്തകത്തെ നമുക്ക് നല്ലൊരു സുഹൃത്തായിട്ട് കരുതാം. അതൊരിക്കലും നമ്മളെ ചതിക്കുകയെ വഞ്ചിക്കുകയെ നമ്മളെ ഒറ്റപ്പെടുത്തേ ഒന്നുമില്ല. എന്നും നല്ലൊരു കൂട്ടായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടാകും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വായനയെക്കുറിച്ചാണ്. ഇന്നത്തെ ഈ വീഡിയോ വായനയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് വായനയൊക്കെ വളരെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് വായിക്കാനായിട്ട് ഒട്ടും സമയം കിട്ടാറില്ല. എൻ്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എനിക്ക് പുസ്തകമൊന്നും വായിക്കാൻ പോയിട്ട് അതൊന്ന് എടുത്ത് നോക്കാൻ പോലും സമയം കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. അക്കൂട്ടരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല തിരക്ക് പിടിച്ച ലൈഫായിരിക്കും നിങ്ങൾ ലീഡ് ചെയ്യുന്നത് എങ്കിലും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ആണെങ്കിലും നമുക്ക് ഒരു പുസ്തകം എടുത്ത് ഒരു പാരഗ്രാഫ് എങ്കിലും നമുക്ക് വായിച്ച് നമ്മളിലുള്ളിലുള്ള ആ ഒരു വായനാശീലം വളർത്തിയെടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. വായന എന്നത് അത്രയും ഒരു പവർഫുൾ ആണ്. നമ്മളെ സ്ട്രെസ്സൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വായന. എല്ലാവരും ഒരു വായനാശീലം വളർത്തിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അത് കുട്ടികളായാലും മുതിർന്നവരായാലും നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വായനയിൽ കൂടി വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മളിപ്പം ഏത് തരം പുസ്തകങ്ങളായാലും നമുക്ക് വായിക്കാം. ഇനിയിപ്പം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ തന്നെ വേണമെന്നോ ഒന്നുമില്ല. നമുക്ക് എന്ത് തരം പുസ്തകങ്ങളായാലും നമുക്ക് വായിക്കാം. പിന്നെ ഇന്നിപ്പം ഓഡിയോ ബുക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ലഭ്യമാണ്. ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ മതി. പക്ഷേ അതിനേക്കാളൊക്കെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നത് നമ്മളുടെ പഴയ പുസ്തകങ്ങൾ വായിക്കുന്ന ആ ഒരു രീതിയാണ്. ആ ഒരു രീതിയിൽ കിട്ടുന്ന സുഖം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. അപ്പം എല്ലാവരും ഒരു വായനാശീലം വളർത്തിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ വായന എന്നത് നമ്മുടെ ഹെൽത്തിനും വളരെയധികം എഫക്റ്റീവ് ആവുന്ന ഒന്നാണ്. ഒന്ന്, നമ്മളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനായിട്ട്, നമ്മളെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട്, നമ്മളെ ഡിപ്രഷൻ കുറയ്ക്കാനായിട്ട്, നല്ല ഉറക്കത്തിന്, പിന്നെന്താണ് നമ്മളെ ബ്രെയിനിൻ്റെ സ്ട്രെങ്ത്തിന്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വായനയിലൂടെ കിട്ടും. അപ്പം നമ്മളുടെ ഹെൽത്തിനും വായന എന്നത് വളരെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. പിന്നെ ഈ സമയത്ത് വായനയെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയുകയാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വളരും, വിളയും. വായിച്ചില്ലെങ്കിൽ വിളരും. അടുത്തതായിട്ട് എൻ്റെ വായനാശീലത്തെക്കുറിച്ച് ഞാൻ പറയാം. എനിക്ക് വായിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മലയാള പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയാണ്. പിന്നെ എല്ലാ ദിവസവും കുറച്ചെങ്കിലും വായിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് എനിക്ക് ഒരുപാട് എന്താ പറയുക, മെൻ്റലി ആണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. നമ്മളെ സ്ട്രെസ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ, പിന്നെ നമ്മളുടെ കഴിവുകളെ വികസിപ്പിക്കാനും ഒക്കെ നമുക്ക് വായന ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആ ഒരു ശീലം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി റീസെൻ്റ്ലി ഞാൻ വായിച്ച കുറച്ച് പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ എന്ന ഒരു പുസ്തകമാണ്. പിന്നെ മാധവിക്കുട്ടിയുടെ തന്നെ എൻ്റെ ലോകം, കാണുന്നുണ്ടല്ലോ അല്ലേ, എൻ്റെ ലോകം എന്നുള്ള ഒരു പുസ്തകമാണ്. പിന്നെ APJ അബ്ദുൽ കലാമിൻ്റെ ജ്വലിക്കുന്ന മനസ്സുകൾ എന്ന ഈ ഒരു പുസ്തകം. ബഷീറിൻ്റെ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന ഈ ഒരു പുസ്തകം. പിന്നെ നിങ്ങൾക്ക് എല്ലാവരും വായിച്ച ഒരു പുസ്തകമായിരിക്കും ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ എന്നൊരു പുസ്തകം. വളരെ നല്ല പുസ്തകങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ, ഇതെല്ലാം വാങ്ങിക്കുന്നത് DC ബുക്സിൽ നിന്നാണ്. നിങ്ങൾക്കത് ഓൺലൈനിൽ ലഭ്യമാണ്. പിന്നെ അടുത്തത് മുകുന്ദൻ്റെ കുട നന്നാക്കുന്ന ചോയി എന്ന ഈ ഒരു പുസ്തകം. ഇതൊക്കെയാണ് ഞാൻ റീസെൻ്റ്ലി വായിച്ച പുസ്തകങ്ങൾ. ഇനിയും എൻ്റെ കയ്യിൽ ഒരു പുസ്തകങ്ങളുടെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് മാധവിക്കുട്ടിയുടെ കഥകൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത ദിവസം നമുക്ക് പുതിയൊരു ടോപ്പിക്കും പുതിയൊരു
വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനിയും മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഈ വീഡിയോയെക്കുറിച്ച്, നിങ്ങൾ പുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾ കമന്റ് ഇടണം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് പറയാനുള്ളത്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ ലവ് യു ഓൾ. താങ്ക് യു.